നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ആറളത്ത് കാട്ടാന കൊലപ്പെടുത്തിയ ദമ്പതിമാരുടെ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം വൻ സംഘർഷത്തിൽ കലാശിച്ചു. പ്രദേശവാസികളുടെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. UDF-ഉം BJP-യും ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ആറളത്ത് കാട്ടാന കൊലപ്പെടുത്തിയ ദമ്പതിമാരുടെ മൃതദേഹം സംഭവ സ്ഥലത്തു നിന്ന് മാറ്റാനുള്ള നീക്കം വൻ സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രദേശവാസികളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് രാത്രി ചർച്ചയ്ക്കെത്തിയ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, സണ്ണി ജോസഫ് MLA എന്നിവരെ തടയാനും കൈയേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. പോലീസ് ബലമായാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. സബ് കളക്ടറുടെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പോലീസ് വാഹനത്തിലാണ് കൊണ്ടുപോയത്. ആറള ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ബന്ധുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. 5:05 ആയപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് കണ്ടത്. അവര് അണ്ടി പെറുക്കാനും വിറകിനൊക്കെ പോകുന്നു. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നവരെ വരും. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 4 ആൾ. ആനന്റെ പ്രശ്നങ്ങൾ ഉണ്ട്. ആന ശല്യം ഭയങ്കര. ഇന്നലെ കണ്ടിരുന്നു? ഇന്നലെ പിന്നെ കണ്ടിരുന്നു? ആനനെ കണ്ടിരുന്നു? ഇന്നലെ ആ ഭാഗം വന്നില്ല. മറ്റുള്ള ബോഡി അടുക്കടന്ന് കളക്ടറെ തിരിഞ്ഞു നോക്കിയില്ല. കളക്ടർ അപ്പോൾ ഓടുക ചെയ്തത്. ജനങ്ങൾ കളയ സമയത്ത് പറയാനും കൂട്ടാക്കാനും ഒന്നും കളക്ടർ പറഞ്ഞില്ല. ഒരു തീരുമാനം കളക്ടർ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും. കളക്ടർ അതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ കീഞ്ഞു പായുയത്. അല്ലെങ്കിൽ തീരുമാനം ഇന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. മന്ത്രിമാരും വരുന്നു, പ്രതിഷേധം ഇന്നുണ്ട്. പക്ഷെ മന്ത്രിമാരും കാര്യങ്ങളെല്ലാം വരുന്നു പറഞ്ഞുകൊണ്ട് പ്രതിഷേധമുണ്ട്. നമ്മുടെ തീരുമാനം നിങ്ങൾ അറിയണ്ടേ, ഇത് കുറെ കാലം ഇങ്ങനെ ചത്ത് തീരുന്നു. ഫാമ കൊണ്ടിട്ടിട്ട് ജനങ്ങൾ ചത്ത് തീരുവല്ലേ ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും ഒരാൾ മര്യാദക്ക് പുറത്ത് 3 മണി സമയത്ത് ഒരാൾക്ക് പുറത്തിറങ്ങാനാവില്ല. ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. വൈകുന്നേരം വനം വകുപ്പ് മന്ത്രി NK ശശിധരൻ ആറളം ഫാം സന്ദർശിക്കും. രാവിലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ യോഗവും ചേർന്നിരുന്നു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.